ഇപ്പൊ ഹെൽത്ത് കെയറിന് തന്നെ തുടങ്ങും. എന്തുകൊണ്ടാണ് ഇത്രയും ഹെൽത്ത് കെയർ മാത്രം ശരിക്കും ഒരു ഫേമസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പിനെ ശരിക്കും ഹെൽത്ത് കെയർ എന്തുകൊണ്ടാണ് ശരിക്കും അതിനകത്തൊരു ഇമ്പോർട്ടൻസ് വരുന്നത്? അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാത്രം എടുത്തിട്ടാണോ ശരിക്കും അവരുടെ പിള്ളേർ നിൽക്കുന്നത്? അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് വരും. കാരണം ചില പിള്ളേരോട് പറയും ഹെൽത്ത് കെയർ, ഇപ്പൊ നമുക്ക് പോണവരറിയാം നമ്മൾ ഹെൽത്ത് കെയറിൽ അല്ലെങ്കിൽ നേഴ്സായിട്ടാ വർക്ക് ചെയ്യണം, എന്നാലും ഫുൾ ഇപ്പൊ നമുക്കറിയാം നഴ്സുമാർക്ക് ഏത് കൺട്രീസ് ചെന്നാലും അവർക്ക് നല്ല രീതിക്ക് സെറ്റിൽ ആവാനുള്ള ഒരു രാജ്യം ഏതായാലും നമുക്ക് പറ്റുകയും ചെയ്യും. അപ്പൊ ഹെൽത്ത് കെയറിന് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് പുറം രാജ്യങ്ങൾ നൽകുന്നത്? ശരിക്കും ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ സ്കിൽഡ് വർക്ക് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് ഓക്യുപ്പൻസി ലിസ്റ്റിൽ വരുന്ന പ്രൈമറി കാറ്റഗറിയാണ് ഹെൽത്ത് ആൻഡ് കെയർ. ഒരു കൺട്രിക്കും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടില് ഏത് ജോലിക്ക് ആളില്ലെങ്കിലും നേഴ്സ്, ഹോസ്പിറ്റലിലെ നേഴ്സും ഡോക്ടറും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റാഫും വേണം. അത് നമുക്ക് ഒരാളെ വേറെ പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇത് പഠിച്ച ഒരാൾ തന്നെ വേണം. ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഇൻ എ കൺട്രി. അത് ഡൗൺ ആക്കിയിട്ടുള്ള ഒരു കാര്യം ഒരു കൺട്രി ഒരിക്കലും കോമ്പൻസേറ്റ് ചെയ്യാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ UK പോപ്പുലേഷൻ അനുസരിച്ചിട്ട് അവിടെ ഉള്ള ഒരു നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ അവിടെ ആവശ്യത്തിന് നഴ്സസ് ആയി. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന്, അതേപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഫിലിപ്പീൻസ് പോലുള്ള കൺട്രികളിൽ നിന്ന് നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന പോലെ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് UK എടുക്കാം. UK ഇപ്പൊ അവരതിനെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങി ഭയങ്കരമായിട്ട്. പക്ഷെ മുന്നേ എന്ന് പറഞ്ഞാൽ നേഴ്സസ് പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണം, നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണം കുറവാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു IT മേഖലയിൽ അവിടുത്തെ ഒരാൾക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ല. നല്ലൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഒരു 8,000 പൗണ്ട് പെർ മന്ത് സാലറിയുടെ അടുത്ത് കണ്ടൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്, കുറഞ്ഞ സാലറി. അതിലും കൂടുതൽ കിട്ടുന്നവരുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സെയിൽസ് ലെവലിൽ. അത് അവിടെ തന്നെ വിസ ഉള്ളവർക്കാണ് കിട്ടാൻ എളുപ്പം. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരാൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വിസ അടിക്കണമെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവിടത്തെ ഉള്ളവർക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നഴ്സിംഗ് പ്രൊഫഷനേക്കാളും ബെറ്റർ സാലറി കിട്ടുന്ന വേറെ ജോലികളുണ്ട്. പിന്നെ അവര് കുറെ പേരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഡിഫറെന്റ് ആണ്. ഈ പാർട്ട് ടൈം വർക്കിന് പോകുന്നു, കുറച്ചു കാലം വർക്ക് ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിർത്തി കുറച്ച് വെക്കേഷനൊക്കെ പോകുന്നു. ആ ഒരു ലൈഫ് സ്റ്റൈലിൽ പോകുന്ന ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല നഴ്സിംഗ്. അപ്പൊ ഈ ലോക്കൽ സിറ്റിസൺസ്, അതായത് ഏത് നാട്ടിലാണെങ്കിൽ ആ രാജ്യക്കാരെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്ക് കയറുന്നതിന്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ പുറത്തുനിന്നുള്ളവർക്ക് ഇത്രയും ജോലി സാധ്യത കൂടുതൽ. പിന്നെ അത് WHO കണക്ക് പ്രകാരം 1000 പോപ്പുലേഷന് 3 നേഴ്സ് വേണം. ഈ ഒരു കണക്ക് എപ്പോഴും WHO നോക്കും. ഇതിന്റെ അണ്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിപ്പ വൈറസ് വന്നു. ഇത് ഒബ്വിയസ്ലി WHO സർവൈലൻസിൽ വരുന്ന കാര്യമാണ്. അവർക്ക് പോളിസീസ് ഉണ്ട്. അങ്ങനെ WHO കുറെ പോളിസി ഉണ്ട്. അപ്പൊ അതില് ഏറ്റവും കോംപ്രമൈസ് ചെയ്യാത്തൊരു സാധനമാണ് ഹെൽത്ത് കെയർ. ഇനി ഇതേപോലെ വേറെ സാധനങ്ങളുണ്ട്. അത് പ്രൈമറി എപ്പോഴും ജോബ് സ്കോപ്പ് ഉള്ള എല്ലാ കൺട്രികളിലും ഉള്ളത് ഹെൽത്ത് കെയർ.